ഓം കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധഃ അത അഷ്ടാശീതിതമോധ്യായഃ. ഇന്ന് 10ാം സ്കന്ധത്തിൽ 88ാമത്തെ അധ്യായമാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. ക്ഷിപ്രപ്രസാദിയായ ശിവനെ തപസ് ചെയ്ത് വൃകാസുരൻ പ്രീതിപ്പെടുത്തുന്നു. ശിവൻ അവനോട് എന്ത് വരം വേണം എന്ന് ചോദിക്കുന്നു. ഇത്രയും ഭാഗമാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. ഓം നമോ ഭഗവതേ വാസുദേവായ. രാജോവാചാം. ശ്ലോകം 1. ദേവാസുര മനുഷ്യേഷു യേ ഭജന്ത്യ ശിവം ശിവം പ്രായസ്തേ ധനിനോ ഭോജ നതു ലക്ഷ്മ്യാ പതിം ഹരിം. ദേവ അസുര മനുഷ്യേഷു. ദേവന്മാർ, അസുരന്മാർ, മനുഷ്യന്മാർ. ഇവരിൽ യേ ചിലർ അശിവം, അതായത് ഭോഗരഹിതനായ, അതായത് സകല ഭോഗങ്ങളും ഉപേക്ഷിച്ച, ശിവനെ ഭജിക്കുന്നു. അപ്പൊ എല്ലാ ഭോഗങ്ങളെയും ഉപേക്ഷിച്ച ശിവനെ ദേവന്മാർ, അസുരന്മാർ, മനുഷ്യന്മാർ ഇവർ ഭജിക്കുന്നു. പ്രായേണ തേ അവർ ധനിക, ധനവാന്മാരും ഭോജ, സുഖഭോഗമുള്ളവരും ആകുന്നു. ലക്ഷ്മിയുടെ പതി, ഭർത്താവിനെ, ലക്ഷ്മിയുടെ ഭർത്താവായ ഹരിയെ ഭജിക്കുന്നവർ നതു, അവർ എന്നാ സുഖികളല്ല. ശിവനെ ഭജിക്കുന്നവർ ക്ഷിപ്രപ്രസാദികളാണ്. അപ്പോൾ ശിവൻ പെട്ടെന്ന് പ്രസാദിക്കും. ചോദിക്കുന്ന എന്ത് സുഖഭോഗങ്ങളും കൊടുക്കും. എന്നാൽ ലക്ഷ്മിയുടെ ഭർത്താവായ വിഷ്ണു പെട്ടെന്ന് പ്രസാദിക്കുകയില്ല. അതുകൊണ്ട് അവർക്ക് ഒരുപാട് ധനവും കാണുകയുമില്ല. വിഷ്ണുവിനെ ഭജിക്കുന്നവർക്ക് ധനം കാണുകയില്ല. എന്നാൽ ശിവനെ ഭജിക്കുന്നവർക്ക് ഇഷ്ടംപോലെ ധനം, എന്നുവെച്ചാൽ ശിവൻ ക്ഷിപ്രപ്രസാദ്, പെട്ടെന്ന് പ്രസാദിക്കും. ചോദിക്കുന്ന എന്തും കൊടുക്കുകയും ചെയ്യും. ദേവാസുര മനുഷ്യേഷു യേ ഭജന്ത്യ ശിവം ശിവം പ്രായസ്തേ ധനിനോ ഭോജ നതു ലക്ഷ്മ്യാ പതിം ഹരിം. ശ്ലോകം 2. യദേതദ്വേദിതുമിച്ഛാമ സന്ദേഹോത്ര മഹാൻഹിനഃ വിരുദ്ധശീലോ പ്രഭോർ വിരുദ്ധ ഭജതാം ഗതി. ഏതത് വേദം ഇച്ഛാമ സന്ദേഹ അത്ര മഹാൻഹിനഃ വിരുദ്ധശീലയോഹോ പ്രഭോഹോ വിരുദ്ധ ഭജതാം ഗതി. വിരുദ്ധശീലത്തോടുകൂടിയ പ്രഭുക്കളെ ഭജിക്കുന്നവരുടെ ഗതി, ഫലം വിരുദ്ധമായി ഭവിക്കുന്നു. അതായത് ശിവനും വിഷ്ണു ഈശ്വരന്മാർ തന്നെ. വിഷ്ണു സർവമംഗളത്തോടുകൂടിയ ദേവൻ, ശിവൻ സർവഭോഗങ്ങളും ഉപേക്ഷിച്ചിരിക്കുന്ന ദേവൻ. എന്നാൽ അവർ അന്യോന്യം വിരുദ്ധ സ്വഭാവമുള്ളവർ. സർവഭോഗങ്ങളും ഉപേക്ഷിച്ച ശിവനെ ഭജിച്ചാൽ സർവഭോഗങ്ങളും കിട്ടുന്നു. എന്നാൽ വിഷ്ണുവിനെ ഭജിച്ചാലോ അങ്ങനെ പെട്ടെന്ന് ധനമൊന്നും കിട്ടുകയില്ല. അപ്പൊ ഇങ്ങനെ വരാൻ കാരണം എന്താ? അതാണ് ചോദിക്കുന്നത്. ഭജിക്കുന്നവരുടെ ഗതിയും വിരുദ്ധമായി ഭവിക്കുന്നു. അത്ര ഇതിൽ ഞങ്ങൾക്ക് മഹാൻ സന്ദേഹ, മഹത്തായ സംശയമുണ്ട്. ഏതത് ഇതിനെ വേദിതം അറിയാനായിക്കൊണ്ട് ഇച്ഛാമ, ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പരീക്ഷിച്ച് ചോദിക്കുകയാണ്. ഏതദ്വേദിതം ഇച്ഛാമ സന്ദേഹോത്ര മഹാൻഹിനഃ വിരുദ്ധശീലയോ പ്രഭോർ വിരുദ്ധ ഭജതാ ഗതി. ശ്ലോകം 3. ശ്രീശുകവാച ശിവശക്തിയുത ശശ്വത്
ത്രിലിംഗോ ഗുണസമൃദ്ധ വൈകാരികസ്തൈജസശ്ച താമസശ്ചേത്യഹം ത്രയത്രതാം. ശ്രീശുകോവാച ശിവഃ ശക്തിയുതഃ ശശ്വത്. ശശ്വത് എപ്പോഴും ശക്തിയുതഃ ശക്തിയോടുകൂടിയ ശിവൻ ത്രിലിംഗ 3 ഗുണത്തോടു കൂടിയത്, അതായത് സത്വരജസ്തമോ ഗുണത്തോടു കൂടിയവനും ഗുണസമൃദ്ധ ഗുണങ്ങളാൽ ചുറ്റപ്പെട്ടവനും ആകുന്നു. പിന്നെ അഹങ്കാരം, വൈകാരിക സാത്വികം, തൈജസ രാജസം, താമസം, ഇത് ത്രിവിധ എന്നിങ്ങനെ 3 വിധം. ഗുണങ്ങളും 3 വിധം. അതുപോലെ തന്നെ അഹങ്കാരവും സാത്വിക അഹങ്കാരം, രാജസിക അഹങ്കാരം, താമസിക അഹങ്കാരം എന്ന് 3 വിധത്തിലുണ്ട്. അപ്പൊ ശിവൻ നിത്യാനന്ദ സ്വരൂപനായ പുരുഷൻ തന്നെ, പക്ഷെ 3 വിധ ലക്ഷണത്തോടു കൂടിയവനാകുന്നു. പ്രകൃതി ഗുണങ്ങളാൽ സമൃദ്ധനാകുന്നു, അതായത് സത്വരജസ്തമോ ഗുണങ്ങൾ. അതുപോലെ ഈ 3 ഗുണങ്ങളെ അധിവസിക്കുന്ന അഹങ്കാരം, സാത്വിക അഹങ്കാരം, താമസിക അഹങ്കാരം, രാജസിക അഹങ്കാരം എന്നീ 3 വിധത്തിലുള്ള അഹങ്കാരവുമുണ്ട്. അതുകൊണ്ട് ശിവനും 3 വിധത്തിലായിരിക്കുന്ന ദേവൻ തന്നെ. വിഭൂതികൾ സത്വാദി 3 ഗുണങ്ങളോട് കൂടുതൽ ആകുന്നു. ഗുണഭേദ നിമിത്തം ഭജിക്കുന്നവർക്കും വിഭൂതിഭേദം ഉണ്ടാകുന്നു. സത്വഗുണ സമ്പൂർണനും നിർഗുണനുമാണെന്നുള്ള അറിവോടുകൂടി ശിവനെ തന്നെ ഭജിക്കുന്നതായാൽ അവർക്ക് ജ്ഞാനവും മോക്ഷവും ലഭിക്കും. അപ്പോൾ 3 ഗുണമുള്ളതുകൊണ്ട് സത്വഗുണത്തോടുകൂടിയാണെങ്കിൽ അവർക്ക് ജ്ഞാനവും മോക്ഷവും ലഭിക്കും. അല്ല മറ്റേ ഗുണമാണെങ്കിൽ, രജോ ഗുണത്തിലാണെങ്കിൽ അവർക്ക് മറ്റ് ഭോഗങ്ങൾ കിട്ടും. ശിവശക്തിയുത ശശ്വത് ത്രിലിംഗോ ഗുണസമൃദ്ധ വൈകാരിക തൈജസ താമസശ്ചേത്യ അഹം ധൃതാം. ശ്ലോകം 4. തതോ വികാരാഭവൻ ഷോഡശാമീഷു കഞ്ചന ഉപാധാവൻ വിഭൂതീനാം സർവസാം അശ്നുതേ ഗതിം. തതഃ അതിൽ നിന്ന് വികാരാഭവൻ ഷോഡശ വികാര 16 വികാരങ്ങൾ രൂപഭേദങ്ങൾ അഭവൻ ഉണ്ടായി. അഹങ്കാരം 3 വിധമാണെന്ന് പറഞ്ഞല്ലോ, അതിൽ നിന്ന് 16 വികാരങ്ങൾ ഉണ്ടായി. അതായത് സാത്വിക അഹങ്കാരത്തിൽ നിന്ന് മനസ്സുണ്ടായി, രാജസിക അഹങ്കാരത്തിൽ നിന്ന് 10 ഇന്ദ്രിയങ്ങൾ ഉണ്ടായി, താമസ അഹങ്കാരത്തിൽ നിന്ന് പഞ്ചഭൂതങ്ങൾ 5. അപ്പൊ അങ്ങനെ 16 വികാരങ്ങൾ ഉണ്ടായി. അവയെല്ലാം അഹങ്കാര കാര്യമാണ്. ഇന്ദ്രിയങ്ങളെ അധിവസിക്കുന്ന ദേവന്മാരെ വേറെ പറയാതെ ഇന്ദ്രിയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞതുകൊണ്ടാണ് 16 എന്ന് പറഞ്ഞത്. പിന്നെ ഇന്ദ്രിയ ദേവതകൾ 10 ഉണ്ട്. അത് സാത്വിക അഹങ്കാരത്തിൽ നിന്നാണ് ഇന്ദ്രിയ അധിഷ്ഠാന ദേവതകൾ വരുന്നത്. അപ്പോൾ ഇന്ദ്രിയ ദേവതകൾ ഏതൊക്കെയാണ്? ദിക്ക്, വായു, സൂര്യൻ, അശ്വിനി ദേവന്മാർ, വരുണൻ, അഗ്നി, ഇന്ദ്രൻ, ഉപേന്ദ്രൻ, മിത്രൻ, പ്രജാപതി. അതായത് ചെവിയുടെ അധിഷ്ഠാന ദേവത ദിക്ക്, ത്വക്കിൻ്റെത് വായു, കണ്ണിൻ്റെത് സൂര്യൻ, മൂക്കിൻ്റെത് അശ്വിനി കുമാരന്മാർ, നാക്കിൻ്റെത് വരുണൻ, വാക്കിൻ്റെത് അഗ്നി, പാണിയുടേത് ഇന്ദ്രൻ, പാദത്തിൻ്റെത് ഉപേന്ദ്രൻ, വായുവിൻ്റെത് മിത്രൻ, ഉപസ്ഥത്തിൻ്റെത് പ്രജാപതി. അപ്പൊ അങ്ങനെ ഉള്ള വിഭൂതികളുണ്ട്, ഇന്ദ്രിയങ്ങളെ സംതൃപ്തിപ്പെടുത്തുന്ന വിഭൂതികൾ. 10 ദേവന്മാർക്ക് ഓരോ ഇന്ദ്രിയങ്ങളുടെ നാദത്വം ഇരിക്കയാൽ അതത് ഇന്ദ്രിയങ്ങളെ സംതൃപ്തിപ്പെടുത്തുന്ന വിഭൂതികൾ നൽകാൻ കഴിയും. അതുകൊണ്ട് ഈ 10 പേരിൽ ആരെ ഒരുവൻ ഭജിക്കുന്നുവോ ആ ദേവന് എന്തു ഫലം കൊടുക്കാൻ ശക്തിയുണ്ടോ ആ ഫലം ആ ഭക്തന് കിട്ടും. അങ്ങനെ ദേവതാ ഭജനത്താൽ സർവ്വവിഭൂതികളെയും പ്രാപിക്കുവാൻ സാധിക്കും. അപ്പൊ ഈ 10 എണ്ണം ഉണ്ടല്ലോ, ദിക്കോ, വായോ, സൂര്യനോ, അശ്വനോ, കുമാരന്മാരാരുന്ന അവരെ ഏത് ദേവനെയാണോ പ്രാർത്ഥിക്കുന്നത് അതിനനുസരിച്ചുള്ള ഗുണം നമുക്ക് കിട്ടും. തതോ വികാരാഭവൻ ഷോഡസാമീഷു കഞ്ചന ഉപധാവൻ വിഭൂതീനാം സർവസാമശ്നുതേ ഗതിം.
ശ്ലോകം 5. ഹരിർഹി നിർഗുണ സാക്ഷാത് പുരുഷ പ്രകൃതേ പരാ സ സർവദൃക് ഉപദ്രഷ്ട തം ഭജൻ നിർഗുണോ ഭവേത്. ഹരിഹി ഹി നിർഗുണഃ സാക്ഷാത് പുരുഷഃ പ്രകൃതേ പരഃ സഹ സർവദൃക് ഉപദ്രഷ്ട തം ഭജൻ നിർഗുണഃ ഭവേത്. ഹരിഹി വിഷ്ണു നിർഗുണഃ ഗുണാതീതനും പ്രകൃതിയിൽ നിന്ന് പരഃ പരനും സാക്ഷാത് പുരുഷ യഥാർത്ഥ പുരുഷനും തന്നെ. സഹ അവൻ സർവദൃക് എല്ലാറ്റിനും സാക്ഷിയും ഉപദ്രഷ്ട സമീപത്തിരുന്ന് കാണുന്നവനും ആകുന്നു. തം അവനെ ഭജിക്കുന്നവർ നിർഗുണ ഗുണാതീതമായിട്ട് ഭവിക്കുന്നു. അപ്പൊ വിഷ്ണുവിനെ ഭവിക്കുന്നവർക്ക് ഗുണാതീതമായിട്ട് ഭവിക്കുന്നു. വിഷ്ണു പ്രകൃതി ഗുണബന്ധം ഇല്ലാത്തതാണ്, പ്രകൃതിയെ നിയമിക്കുന്ന പുരുഷനാണ്, ജ്ഞാനം മുതലായ 6 ഗുണങ്ങൾ തികഞ്ഞിട്ടുള്ളതാണ്, അതിനാൽ സർവജ്ഞനും സർവസാക്ഷിയുമാണ്. അപ്രകാരമിരിക്കുന്ന വിഷ്ണുവിനെ ഭജിച്ച പുരുഷൻ ഗുണബന്ധത്തിൽ നിന്ന് വിമുക്തനായി ഭവിക്കും. വിഷ്ണുവിനും ശിവനും ബ്രഹ്മാവിനും ഭേദം ഒട്ടും തന്നെ ഇല്ലെങ്കിലും ഗുണഭേദ നിമിത്തം ശാന്തം, ഘോരം, മൂഢം എന്നീ ഭാവങ്ങൾ അവർക്കുണ്ട്. ഹരിർഹിർ നിർഗുണ സാക്ഷാത് പുരുഷ പ്രകൃതേ പരാ സ സർവദൃക് ഉപദ്രഷ്ട തം ഭജൻ നിർഗുണോ ഭവേത്. ശ്ലോകം 6. നിവൃത്തേഷു അശ്വമേധേഷു രാജായുഷ്മത് പിതാമഹ ശുണ്ണൻ ഭഗവതോ ധർമാൻ അപൃച്ഛത് ഇതമച്യുതം. നിവൃത്തേഷു അശ്വമേധേഷു അശ്വമേധങ്ങൾ നിവൃത്തങ്ങളായ സമയത്തിൽ, അതായത് പറയണം, അങ്ങയുടെ പിതാമഹനായ യുധിഷ്ഠിരൻ അശ്വമേധയാഗം നടത്തിയതിനു ശേഷം യുഷ്മത് പിതാമഹ നിങ്ങളുടെ മുത്തച്ഛനായ രാജാവ് യുധിഷ്ഠിരൻ ഭവാങ്കൽ നിന്ന് ധർമ്മങ്ങളെ ശുണ്ണൻ കേൾക്കുന്നവനായിട്ട് അച്യുതനോട് ഇതം അപൃച്ഛത് ചോദിച്ചു. അപ്പൊ രാജാവായപ്പോൾ യുധിഷ്ഠിരൻ ധർമ്മങ്ങളെപ്പറ്റി അച്യുതനോട് കൃഷ്ണനോട് ചോദിച്ചു. ഇപ്പോൾ എന്നോട് അങ്ങ് ചോദിച്ചത് ഈ ചോദ്യം ചോദിച്ചു. നിവൃത്തേഷു അശ്വമേധേഷു രാജായുഷ്മത് പിതാമഹ ശുണ്ണൻ ഭഗവതോ ധർമാൻ അപൃച്ഛത്തിതമച്യുതം. ശ്ലോകം 7. സാഹ ഭഗവാൻ തസ്മൈ പ്രീത ശുശ്രൂഷവേ പ്രഭു നൃണാം നിശ്രേയസാർത്ഥായ യോവതീർണോ യദോ കുലേ. സഹ ആഹ ഭഗവാൻ തസ്മൈ പ്രീതഃ ശുശ്രൂഷവേ പ്രഭു നൃണാം നിശ്രേയസാർത്ഥായ. മനുഷ്യർക്ക് നിശ്രേയസാർത്ഥായ മോക്ഷത്തെ സാധിക്കാനായിക്കൊണ്ട് യദോ കുലേ യദുവിന്റെ കുലത്തിൽ യഹ അവതീർണ യാതൊരുവൻ അവതരിച്ചുവോ സഹ ഭഗവാൻ പ്രഭു ആ ഭഗവാനായ പ്രഭു പ്രീത സന്തോഷിച്ചവനായിട്ട് ശുശ്രൂഷവേ കേൾക്കാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന തസ്മൈ അവനോട് പറഞ്ഞു. അപ്പോ ഇതുപോലുള്ള ധർമ്മത്തെപ്പറ്റി, ആ വിഷ്ണുവിനും ശിവനും തമ്മിലുള്ള ആ ഭേദം, അതിനെപ്പറ്റി ഭവാങ്കലിൽ നിന്ന് ആ ധർമ്മത്തെപ്പറ്റി കേൾക്കാൻ അങ്ങയുടെ പിതാമഹൻ അന്ന് ആഗ്രഹിച്ചു. യദുവംശത്തിൽ അവതരിച്ച കൃഷ്ണൻ അത് വളരെ സന്തോഷമായിട്ട് കൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞു. സാഹ ഭഗവാൻ തസ്മൈ പ്രീത ശുശ്രൂഷവേ പ്രഭു നൃണാം നിശ്രേയസാർത്ഥായ യോവതീർണോ യദോ കുലേ. ശ്ലോകം 8. ശ്രീ ഭഗവാനുവാച യസ്യാഹമനുഗൃഹാമി ഹരിഷേ തദ്ധനം ശനൈ തതോ അധനം ത്യജന്ത്യസ്യാം സ്വജന ദുഃഖദുഃഖിതം. യസ്യ അഹം അനുഗൃഹാമി അഹം ഞാൻ യസ്യ യാതൊരുത്തനെ അനുഗൃഹാമി അനുഗ്രഹിക്കാൻ ഭാവിക്കുന്നുവോ തദ്ധനം അവന്റെ ധനത്തെ ശനൈഹി മെല്ലെ മെല്ലെ ഹരിക്കും. അപ്പൊ ഭഗവാൻ പറയാണ്, ഞാൻ ആരെ അനുഗ്രഹിക്കാൻ വിചാരിക്കുന്നുവോ ആദ്യം അവന്റെ ധനത്തെ ഇല്ലാതെയാക്കും. തതഹ അനന്തരം അധനം ധനഹീനനും
ദുഃഖദുഃഖിതം ദുഃഖാനന്തരം ദുഃഖിക്കുന്നവനുമായ ഇവനെ അസ്യ ഇവന്റെ സ്വജനങ്ങൾ ത്യജിക്കുന്നു. അപ്പൊ ആരെ ഭഗവാൻ അനുഗ്രഹിക്കാൻ വിചാരിക്കുന്നുവോ ആദ്യം എന്ത് ചെയ്യും? അവന്റെ ധനത്തെ ഇല്ലാതാക്കും. അപ്പൊ എന്ത് ചെയ്യും? അവന്റെ ആൾക്കാരെ അവനെ ഉപേക്ഷിക്കും. അതായത് അവൻ എന്ത് ചെയ്യും? വിഷയങ്ങളെ ഉപേക്ഷിക്കും. ശ്രീ ഭഗവാനുവാച യസ്യാഹം അനുഗൃഹാമി ഹരിഷേ തദ്ധനം ശനൈ തദോധനം ത്യജന്ത്യസ്യ സ്വജനാ ദുഃഖദുഃഖിതം. ശ്ലോകം 9. സയദാ വിദധ്യോദ്യോഗേ നിർവിണ്ണസ്യാത് ധനേഹയാം മത്പരൈകൃത മൈത്രൈസ്യാം കരിഷേ മദനുഗ്രഹം. സഹ യഥാ വിദധ ഉദ്യോഗഃ അവൻ യഥാ എപ്പോൾ വിദധ ഉദ്യോഗ നിഷ്ഫലമായ പരിശ്രമത്തോട് കൂടിയവനായി ഭവിക്കുന്നു. അതായത് ധനങ്ങളൊക്കെ നശിച്ച് ബന്ധുക്കളൊക്കെ ഉപേക്ഷിച്ച് എന്ത് ചെയ്യും? അപ്പൊ അവന് നിഷ്ഫലമായ പരിശ്രമത്തോടുകൂടി അവൻ ഭവിക്കുന്നു. അപ്പോൾ ധനേഹയ ധനത്തിനായിക്കൊണ്ടുള്ള പ്രവൃത്തിയാൽ നിർവേദം പ്രാപിച്ചവനായി ഭവിക്കുന്നു. അപ്പൊ ധനാദിനാശത്തിൽ ബന്ധുക്കൾ ഉപേക്ഷിച്ചാലും വീണ്ടും ധനത്തെ സമ്പാദിച്ച് ബന്ധുക്കളെ സന്തോഷിപ്പിക്കും എന്നുള്ള വിചാരത്തോടെ അവ എന്ത് ചെയ്യുന്നു? വീണ്ടും ധനം സമ്പാദിക്കാൻ പരിശ്രമിക്കുമ്പോൾ ആ പരിശ്രമത്തെ ഞാൻ വിഫലമാക്കുന്നു. നിർവേദം പ്രാപിച്ചവനായി ഭവിക്കുന്നു. മത്പര എന്റെ ഭക്തന്മാരോട് കൃതമൈത്രസ്യ ചെയ്യപ്പെട്ട മിത്രഭാവത്തോടുകൂടിയ അവന് മതനുഗ്രഹം എന്റെ അനുഗ്രഹത്തെ കരിഷ്യ ചെയ്യുന്നു. അപ്പോ ആദ്യം അവന്റെ ധനത്തെ ഇല്ലാതാക്കും. അപ്പൊ ബന്ധുക്കളൊക്കെ ഉപേക്ഷിക്കും. വീണ്ടും അവൻ ബന്ധുക്കളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ധനം സമ്പാദിക്കും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? വീണ്ടും അവന്റെ ആ പ്രയത്നത്തെ ഇല്ലാതാക്കും. അപ്പൊ അവൻ എന്ത് ചെയ്യും? എന്റെ ഭക്തന്മാരോടുകൂടി സജ്ജനങ്ങളോടുകൂടി കൂട്ടുകൂടും. അങ്ങനെ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യൂ? അപ്പൊ അവന് പരമാർത്ഥ ബോധമുണ്ടാകും. ഈ ബന്ധുക്കളും ധനങ്ങളും എല്ലാം നശിക്കുന്നതാണെന്നുള്ള പരമാർത്ഥ ബോധമുണ്ടാകും. അപ്പൊ അതന്നെ ഞാൻ ചെയ്യുന്ന അനുഗ്രഹം അത് തന്നെയാണ്. സയദാ വിദധോദ്യോഗേ നിർവിണ്ണസ്യാൻ ധനേഹയാം മത്പരൈകൃതമൈത്രസ്യ കരിഷേ മദനുഗ്രഹം. ശ്ലോകം 10. തദ്ബ്രഹ്മ പരമം സൂക്ഷ്മം ചിന്മാത്രം സദനന്തകം തദോമാം സുദുരാരാധ്യം ഹിത്വാന്വാൻ ഭജതേ ജനഃ. തദ് ബ്രഹ്മം പരമം സൂക്ഷ്മം. പരമം സൂക്ഷ്മം സർവോത്കൃഷ്ടവും സർവോത്കൃഷ്ടവും സൂക്ഷ്മം ഏറ്റവും സൂക്ഷ്മവും ചിന്മാത്രം ജ്ഞാനഘനവും സത് നാശരഹിതവും അനന്തകം അപരിച്ഛന്നവുമായ തദ് ബ്രഹ്മ ആ ബ്രഹ്മത്തെ തസ്മൈ അവനായിക്കൊണ്ട് ദർശിപ്പിക്കുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? അവന് യഥാർത്ഥ ബോധം ഉദിക്കുന്നു. അപ്പൊ ആ ബ്രഹ്മത്തെ അവനായിക്കൊണ്ട് പ്രദർശിപ്പിക്കുന്നു. അതായത് അഹം ബ്രഹ്മാസ്മി എന്ന തത്വത്തിലെത്തുന്നു. അവന് ശുദ്ധജ്ഞാനമുണ്ടാകും. അന്ധകരണം ശുദ്ധമാവും. ശുദ്ധജ്ഞാനമുണ്ടാകും. അതോടുകൂടി ഞാനും ബ്രഹ്മവും ഒന്നാണെന്നുള്ള തത്വം അവൻ ഉറയ്ക്കുന്നു. അതിനാൽ സുദുരാധ്യാം ആരാധിക്കാൻ ദുഷ്കരകമായ മാം എന്നെ ഹിത്വ വെടിഞ്ഞിട്ട് അന്യരായ ദേവന്മാരെ ജനങ്ങൾ ഭജിക്കുന്നു. അപ്പൊ അങ്ങനെ ഇപ്രകാരം അവന്റെ അനുഗ്രഹത്തിന്റെ ആരംഭത്തിൽ അവന് ദാരിദ്ര്യ ദുഃഖം കാണപ്പെടുന്നുവെങ്കിലും അവസാനത്തിൽ ബ്രഹ്മാനന്ദം അവന് കിട്ടും. അപ്പൊ ഞാൻ എന്റെ ഈ സൂക്ഷ്മതത്വം അറിയാൻ മന്ദമതികൾക്ക് സാധ്യമില്ലാത്തതിനാൽ അവരാൽ ആരാധിക്കപ്പെടുവാൻ സാധിക്കാത്തവനായ എന്നെ ഉപേക്ഷിച്ച് സാമാന്യജനം എന്ത് ചെയ്യുന്നു? ശിവ ബ്രഹ്മാദി ദേവന്മാരെ ഭജിക്കുന്നു. അപ്പൊ ഞാൻ ആദ്യം അവന്റെ ധനം ഇല്ലാതാക്കിയാലും പിന്നെ എന്ത് ചെയ്യും? അവനെ എന്നിലേക്കാണ് അടുപ്പിക്കുന്നത്. പക്ഷെ മന്ദബുദ്ധികൾ എന്ത് ചെയ്യും? ധനം പോകുമ്പോ ഈ ഈശ്വരന്റെ അടുത്ത് നിന്നാ ഒരു ഫലവുമില്ല എന്ന് പറഞ്ഞിട്ട് ക്ഷുപ്രപ്രസാദികളായ ബ്രഹ്മാദി ദേവന്മാർ അവരൊക്കെ ആണെങ്കിലോ എന്ത് ചോദിച്ചാലും അപ്പോഴും കൊടുക്കും. ധനം വേണമെങ്കിൽ ധനം തന്നെ കൊടുക്കും. ഭഗവാൻ അങ്ങനെയല്ല.
ഭഗവാനിലേക്ക്, ബ്രഹ്മത്തിലേക്ക് അടുപ്പിക്കാനാണ് നോക്കുന്നത്. അപ്പൊ അവനെ ഉള്ള ധനത്തിനെ ആദ്യം ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ആൾക്കാർ, മന്ദബുദ്ധിക്കാരായ ആൾക്കാർ എന്ത് ചെയ്യും? അവര് മറ്റു ദേവന്മാരെ ഭജിക്കാൻ പോകുന്നു. അതാണ് ദുരാരാധ്യം മാം, പ്രാപിക്കാൻ പ്രയാസമായ എന്നെ ഹിത്വ, വെടിഞ്ഞിട്ട് അന്യദേവന്മാരെ ജനങ്ങൾ ഭജിക്കുന്നു. അപ്പൊ ഇതിന്റെ സാരം മനസ്സിലാവാത്തവർ ഇവിടെ നിന്നിട്ട് ഒരു പ്രയോജനമില്ല എന്നും പറഞ്ഞ് അടുത്ത ദേവന്റെ, പിന്നെ മിക്ക ആളുകൾക്കും ഇതാണല്ലേ, ഒരിടത്ത് പോകും, കുറച്ച് ദിവസം നിൽക്കുമ്പോൾ ഇതല്ല, ചിലവർ അപ്പുറത്തെ ശിവനാണ് ശക്തി കൂടുതൽ, ഒന്ന് അപ്പുറത്തോടും. അപ്പൊ ചിലപ്പം പറയും അപ്പുറത്തെ ദേവിക്കാണ് ശക്തി കൂടുതൽ എന്ന് പറയുമ്പോൾ അങ്ങോട്ടോടും. അപ്പൊ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞുകൊണ്ട് നടക്കുകയാണ്. തദ്ബ്രഹ്മം പരമം സൂക്ഷ്മം ചിന്മാത്രം അനന്തകം തതോമാം സുദുരാരാധ്യം ഹിത്വാന്വാൻ ഭജതേ ജനാം. ശ്ലോകം 11. തതസ്ത ആശുതോഷേഭ്യോ ലബ്ധരാജശ്രിയോദ്ധതാം മത്ത പ്രമത്ത വരദാൻ വിസ്മരന്തി അവജാനതേ. തതഃ തേ, തതഃ ത എന്നുള്ളത് തേ എന്ന് വരും. ആശുതോഷേഭ്യഃ ലബ്ധരാജശ്രിയഃ ഉദ്ധതാഃ മത്താഃ പ്രമത്ത വരദാൻ വിസ്മരന്തി അവജാനതേ. തതഃ അനന്തരം തേ അവർ ആശുതോഷേഭ്യ പെട്ടെന്ന് സന്തോഷിക്കുന്ന അവരിൽ നിന്ന് ലബ്ധരാജേശ്വര്യം ലഭിച്ച രാജൈശ്വര്യത്തോടു കൂടിയവരായി, ഉദ്ധത മാർഗം വിട്ട് നടക്കുന്നവരായി, മത്ത മതഗർഭിതരായി, പ്രമത്ത മനസ്സിരുത്താത്തവരായി, വരദാൻ വരം നൽകിയവരെ വിസ്മരന്തി മറക്കുന്നു, അവജാനതയെ അവമാനിക്കുകയും ചെയ്യുന്നു. അപ്പൊ എന്നെ ഉപേക്ഷിച്ച് അന്യദേവന്മാരെ ഭജിക്കുന്നവരുടെ കാര്യമാണ് പറയുന്നത്. അപ്പൊ ക്ഷിപ്രപ്രസാദിയായ ബ്രഹ്മാവ്, ശിവൻ മുതലായ ദേവന്മാരെ ഭജിക്കുന്നവർ ആ ദേവന്മാരുടെ അനുഗ്രഹം കൊണ്ട് സകല ഐശ്വര്യവും ഉണ്ടാകും. ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും? ക്രമേണ അവര് തോന്നിയ പോലെ പ്രവർത്തിക്കും. ധനമൊക്കെ കിട്ടിക്കഴിയുമ്പോൾ അവർ ധർമ്മം വിട്ട് പ്രവർത്തിക്കുന്നു. അപ്പൊ തങ്ങളെ ശാസിക്കാൻ മറ്റാരുമില്ല എന്നുള്ള വിചാരത്തിൽ അഹങ്കാരികളാകുന്നു. മാത്രമല്ല വരം നൽകിയ ദേവന്മാരെ കൂടെ മറക്കുകയും ചെയ്യും. പിന്നെ ദൈവമൊന്നും വേണ്ട, ഇതെന്റെ പ്രയത്നത്താൽ ഞാൻ സമ്പാദിച്ചത് തന്നെ എന്നുള്ള രീതിയിൽ അവർ ആ ഭഗവാന്മാരെ തന്നെ മറക്കുന്നു. തതസ്ഥ ആശുതോഷേഭ്യോ രക്തരാജശ്രിയോദ്ധത മത്ത പ്രമത്ത വരദാൻ വിസ്മരന്തി അവജാനതേ. ശ്ലോകം 12. ശ്രീശുകോവാച ശാപപ്രസാദയോരീശ ബ്രഹ്മവിഷ്ണു ശിവാദയ സദ്യശാപപ്രസാദോംഗ ശിവോ ബ്രഹ്മാന ചാച്യുതഃ. ശാപപ്രസാദയോഃ ഈശ ബ്രഹ്മവിഷ്ണു ശിവാദയഃ. ബ്രഹ്മവിഷ്ണു ശിവാദയ, ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നിവർ ശാപപ്രസാദയോഃ ശാപത്തിനും പ്രസാദത്തിനും ഈശാഹ ഈശ്വരന്മാരാകുന്നു. അപ്പം ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നിവർ ശാപവും കൊടുക്കും പ്രസാദത്തിനും ഈശ്വരന്മാരാണ്. അംഗഹേ പൂജ്യ സദ്യ ശാപപ്രസാദ, ശീഘ്രം ശാപത്തോടും പ്രസാദത്തോടും കൂടിയ ദേവൻ ശിവഹ ശിവനും ബ്രഹ്മഹ ബ്രഹ്മാവും ആകുന്നു. അച്യുതഹ നഹ അച്യുതൻ അല്ല. അപ്പൊ ശാപവും കൊടുക്കും, അനുഗ്രഹവും കൊടുക്കും, ശാപവും കൊടുക്കും. ക്ഷിപ്രപ്രസാദികളുമാണ് എന്നാൽ കോപിച്ച് നിഗ്രഹിക്കുകയും ചെയ്യും. ശിവനും ബ്രഹ്മാവും അങ്ങനെയുള്ള ദേവന്മാരാണ്. എന്നാൽ നശിക്കാത്ത മഹാത്മ്യത്തോടുകൂടി അച്യുതൻ അങ്ങനെയല്ല, ക്ഷിപ്രപ്രസാദിയല്ല, ക്ഷിപ്രമായി കോപിക്കുകയില്ല, പെട്ടെന്ന് പ്രസാദിക്കുകയില്ല, പെട്ടെന്ന് കോപിക്കുകയില്ല. ശ്രീശുകോവാച ശാപപ്രസാദയോരീശ ബ്രഹ്മവിഷ്ണു ശിവാദയഃ സദ്യശാപപ്രസാദോംഗ ശിവോ ബ്രഹ്മാന ചാച്യുത. ശ്ലോകം 13. അത്ര ചോ ഉദാഹരന്തി ഇമം ഇതിഹാസം പുരാതനം വൃകാസുരായ ഗിരിശോ വരം ദത്വാപസങ്കടം. അത്ര ഇതിൽ ച ഉദാഹരന്തീം ഇമം ഇതിഹാസം പുരാതന പണ്ടുണ്ടായ ഇമം ഇതിഹാസം, ഈ കഥയെ ഉദാഹരിക്കുന്നു. ഇതിനൊരു ഉദാഹരണം പറയാം, പണ്ടുണ്ടായ ഒരു ഉദാഹരണം പറയാം.
ഗിരിശക ശിവൻ മൃഗാസുരനായിക്കൊണ്ട് ഗിരിശക വരം ദത്വ ആപസങ്കടം, മൃഗാസുരനായിക്കൊണ്ട് വരം അനുഗ്രഹത്തെ കൊടുത്തിട്ട് സങ്കടത്തെ പ്രാപിച്ചു. അതായത് പണ്ട് ഒരു കഥയുണ്ട്, ശിവൻ മൃഗാസുരന് വരം നൽകി, അത് നിമിത്തം ശിവൻ തന്നെ സങ്കടത്തിൽ അകപ്പെട്ടു. ശ്ലോകം 14. ഭൃഗോ നാമാസുരപുത്ര ശകുനേപതി നാരദം ദൃഷ്ട്വാശുതോഷം പപ്രച്ച ദേവേഷു ത്രിഷു ദുർമതിഃ. ഭൃഗോ നാമ അസുരഃ പുത്രഃ ശകുനേ പതി നാരദം ദൃഷ്ട്വാ ആശുതോഷം പപ്രച്ച ദേവേഷു ത്രിഷു ദുർമതിഃ. ശകുനിയുടെ പുത്രനും ദുർബുദ്ധിയുമായ ബൃഹകാനാമ അസുര, ബൃഗൻ എന്നു പേരായ അസുരൻ പതി വഴിയിൽ നാരദനെ ദൃഷ്ട്വ കണ്ടിട്ട് ത്രിഷു ദേവേഷു 3 ദേവന്മാരിൽ ആശുതോഷം ക്ഷിപ്രപ്രസാദിയെ പപ്രച്ച ചോദിച്ചു. അപ്പൊ ശകുനിയുടെ പുത്രനായ ബൃഹാസുരൻ ഒരു ദിവസം നാരദമുനിയെ വഴി വെച്ച് കണ്ടപ്പോൾ ചോദിച്ചു, ബ്രഹ്മവിഷ്ണു രുദ്രന്മാരിൽ ആരാണ് വേഗത്തിൽ പ്രസാദിക്കുന്ന ദേവൻ? അവൻ ദുർബുദ്ധി ആയതുകൊണ്ട് വേഗം വരം വാങ്ങി ആളുകളെ ഉപദ്രവിക്കണമെന്ന് അവന് തോന്നി. ഭൃഗോ നാമാസുരപുത്ര ശകുനേപതി നാരദം ദൃഷ്ട്വാശുതോഷം പപ്രച്ച ദേവേഷു ത്രിഷു ദുർമതിഃ. ശ്ലോകം 15. സാഹദേവം ഗിരിശം ഉപാധാവാശു സിദ്ധ്യസി യോ അല്പാഭ്യാം ഗുണദോഷാഭ്യാം ആശു തുഷ്യതി കുപ്യതി. സഹ ആഹ ദേവം ഗിരിശം ഉപാധാവാശു സിദ്ധ്യസി. ഗിരിശം ദേവം, ആ ഗിരിശനായ ദേവനെ ശിവനെ ഉപധാവ നന്നായി ആരാധിച്ചാലും നാരദൻ പറഞ്ഞു കൊടുക്കുകയാണ്, ആശു ശീഘ്രം സിദ്ധ്യസി സിദ്ധിയെ നീ പ്രാപിക്കും. യഹ യാതൊരുവൻ അലഭ്യാം അല്പങ്ങളായ ഗുണദോഷാഭ്യാം ഗുണദോഷങ്ങളാൽ ആശു വേഗം തുഷ്യതി ദോഷിക്കും സന്തോഷിക്കും, കുപ്യതി കോപിക്കും എന്ന് സഹ അവൻ പറഞ്ഞു. അപ്പോൾ കൈലാസപതിയായ ശിവനെ നീ നന്നായി സേവിച്ചുകൊള്ളുക, പെട്ടെന്ന് തന്നെ പ്രസാദിക്കും. ആ ദേവൻ അല്പങ്ങളായ ഗുണദോഷങ്ങൾ കൊണ്ട് വേഗം സന്തോഷിക്കുകയും കോപിക്കുകയും ചെയ്യും എന്നും നാരദൻ പറഞ്ഞു. സാഹ ദേവം ഗിരിശം ഉപധാവാശു സിദ്ധ്യസി യോ അല്പാഭ്യാം ഗുണദോഷാഭ്യാം ആശു ദുഷ്യതി കുപ്യതി. ശ്ലോകം 16. ദശാസ്യ ബാണയോ സ്തുഷ്ട സ്തുവയോർവന്ദിനോറിവ ഐശ്വര്യമതിലം ദത്വാ തഥാപസു സങ്കടം. ദശാസ്യ ബാണയോഹോ തുഷ്ട സ്തുവതഃ വന്ദിനോഹോ ഇവ. സ്തുതിക്കുന്നവരായ വന്ദിനോ ഇവ, വന്ദികളുടെ നേരെ എന്ന പോലെ ദശാസ്യ ബാണയോഹോ രാവണന്റെയും ബാണന്റെയും നേരെ തുഷ്ട സന്തോഷിച്ചവനായി അതിലും അസാമാന്യനായ ഐശ്വര്യത്തെ ദത്വ നൽകിയിട്ട് തതഹ അത് നിമിത്തം സുസങ്കടം ഏറ്റവും സങ്കടത്തെ പ്രാപിച്ചു. അപ്പൊ വന്ദികളുടെ നേരെ എന്ന പോലെ രാവണന്റെയും ബാണന്റെയും പേരിൽ സന്തോഷിച്ച പരമശിവൻ തുല്യമല്ലാത്ത ഐശ്വര്യം അവർക്ക് നൽകി. അതായത് ബാണാസുരന് ഭഗവാൻ എല്ലാ ഐശ്വര്യങ്ങളും കൊടുത്തു. എന്ത് വരം വേണമെന്ന് ചോദിച്ചു. അപ്പൊ ബാണാസുരൻ പറഞ്ഞ എന്താണ്? ശിവൻ തന്നെ കാവൽക്കാരനായിരിക്കണമെന്ന്. അപ്പോൾ വരം കൊടുത്ത ആളിനെ തന്നെ കുഴപ്പം പറ്റിച്ചില്ലേ? അതുപോലെ രാവണനും ശിവഭക്തനായിരുന്നു. അപ്പോൾ ഒരിക്കല് രാവണൻ കുബേരനെ ജയിച്ച് പുഷ്പവിമാനത്തിൽ വന്നപ്പോൾ കൈലാസത്തിലെത്തിയപ്പോൾ പുഷ്പവിമാനം അനങ്ങുന്നില്ല. അപ്പൊ ഇതെന്താണ് കാരണമെന്ന് നോക്കിയപ്പോൾ നന്ദീശൻ ഒരു വാനരന്റെ വേഷത്തിൽ വന്നു പറഞ്ഞു, ഇവിടെ ശിവൻ നൃത്തം ചെയ്യുന്ന സ്ഥലമാണ്, ഇവിടെ വേറെ ആർക്കും വന്നുകൂടാ എന്ന് പറഞ്ഞു. അപ്പോൾ രാവണൻ എന്ത് ചെയ്തു? നന്ദീശ്വരനെ അപഹസിച്ചു. അപ്പോൾ നന്ദീശ്വരൻ പറഞ്ഞു, വാനരൻ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു. പറഞ്ഞു, ഒരു വാനരന്റെ കൈകൊണ്ട് തന്നെ നിനക്ക് നാശമുണ്ടാകും, വാനരന്മാര് തന്നെ നിന്റെ വംശത്തെ നശിപ്പിക്കും എന്നും ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് ഉടനെ ദേഷ്യം വന്ന രാവണൻ എന്ത് ചെയ്തു? കൈലാസ പർവ്വതത്തെ കൈ കൊണ്ടെടുത്ത് ഉയർത്തി. അപ്പം എല്ലാ ആളുകളും പേടിച്ചു, അവിടെ ഉള്ളവരെല്ലാം പേടിച്ചു വിറച്ചു. പാർവതി ഓടി ശിവനെ ചെന്ന് കെട്ടിപ്പിടിച്ചു.
അപ്പൊ ശിവനൊന്ന് ചിരിച്ചു. ചിരിച്ചിട്ട് ശിവൻ എന്ത് ചെയ്തു? ആ കാലിന്റെ ഒരു വിരൽ കൊണ്ട് ഒരമർത്ത്. അപ്പോൾ രാവണന്റെ കൈയും കൂടെ അതിൽ വെച്ച് അങ്ങ് അമർന്നുപോയി. അപ്പൊ രാവണൻ ഉറക്ക കിടന്ന് നിലവിളിച്ചു. അത് എല്ലാ ദിക്കുകളിലും പ്രതിഫലിച്ചു. അപ്പൊ അതുകൊണ്ട് പക്ഷെ ആ രാവണൻ എന്ത് ചെയ്തു? ആ കൈ തന്നെ വീണയാക്കി സാമഗാനം പാടി കുറെ കാലം ശിവനെ ഭജിച്ചു. അപ്പം ശിവന് കരുണ തോന്നി. ശിവൻ എന്ത് ചെയ്തു? എന്ത് വരം വേണോന്ന് ചോദിച്ചു. അപ്പൊ അവന് അനുഗ്രഹിച്ചു. അപ്പൊ അവൻ ഭഗവാൻ എന്ത് ചെയ്തു? ആരും നിന്നെ പരാജയപ്പെടുത്തുകയില്ല എന്ന് പറഞ്ഞിട്ട് അവന് ഭഗവാൻ ഒരു ആയുധവും കൂടെ നൽകി. ചന്ദ്രഹാസം എന്ന ആയുധവും കൂടെ നൽകി. അപ്പൊ അതുകൊണ്ട് അവൻ ദേവന്മാരെ എല്ലാം പീഡിപ്പിക്കാൻ തുടങ്ങി. അപ്പം അങ്ങനെ ശിവൻ കൊടുത്ത വരങ്ങളെല്ലാം ഇതുപോലെ പലർക്കും ഉപദ്രവമായിട്ടാണ് വന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ദശാസ്യ ബാണയോ തുഷ്ട സ്തുവയോർ വന്ദിനോറിവ. അപ്പൊ ദശാസ്യനും ബാണനും നേരെ സന്തോഷിച്ചിട്ട് എന്ത് ചെയ്തു? ഐശ്വര്യം അതുലം തത്വ. ധാരാളം ഐശ്വര്യം കൊടുത്തു. അവസാനം തതഹ ആപസു സങ്കടം. അവസാനം സങ്കടത്തെ പ്രാപിച്ചു. ശ്ലോകം 17. ഇത്യാദിഷ്ടത്തം അസുര ഉപാധാവത് സ്വഗാത്രത കേദാര ആത്മക്രവ്യേണ ജുഹ്വാനോ അഗ്നിമുഖം ഹരം. ഇത് ഇപ്രകാരം ആദിഷ്ട ഉപദേശിക്കപ്പെട്ട അസുരൻ കേദാരത്തിൽ സ്വഗാത്രത സ്വദേഹത്തിൽ നിന്ന് ആത്മക്രവ്യേണ തന്റെ മാംസത്താൽ ജുഹ്വാന ഹോമിക്കുന്നവനായി അഗ്നിമുഖം അഗ്നിയാകുന്ന മുഖത്തോടുകൂടി തംഹരം ആ ശിവനെ ഉപതാപം. അപ്പൊ അവൻ ഭയങ്കര ഒരു തപസ്സാണ് ചെയ്തത്. എന്താണ്? അഗ്നിയിൽ തന്റെ ദേഹത്തെ മാംസം മുറിച്ചിട്ടു. മുറിച്ച് അഗ്നിയിൽ ഹോമിച്ചു. അങ്ങനെയാണ് ശിവനെ ആരാധിച്ചത്. ഇത്യാദിഷ്ടതമസുര ഉപതാവത് സ്വഗാത്രത കേദാര ആത്മക്രവ്യേണ ജുഹ്വാനോ അഗ്നിമുഖം ഹരം. ശ്ലോകം 18. ദേവോപലപ്തിമപ്രാപ്യ നിർവേദാത് സപ്തമേഹനി ശിരോവൃച്ഛത് സ്വധിതിന തത്തീർത്ഥം ക്ലിന്നമൂർധജം. ദേവ ഉപലബ്ധം അപ്രാപ്യ, ദേവന്റെ ആ ദർശനത്തെ പ്രാപിക്കാതെ നിർവേദ സങ്കടം ഹേതുവായി സപ്തമേഹനി 7ാമത്തെ ദിവസത്തിൽ തത്തീർത്ഥ ക്ലിന്നമൂർധജ ആ തീർത്ഥത്താൽ നനയ്ക്കപ്പെട്ട തലമുടിയോടുകൂടിയ ശിരസിനെ സ്വധിദിന അവന്റെ ആയുധത്താൽ അവർച്ചത് ഖണ്ഡിക്കാൻ ഭാവിച്ചു. അപ്പൊ മാംസം മുറിച്ചിട്ടിട്ട് ശിവൻ പ്രസാദിച്ചില്ല. ഉടനെ എന്ത് ചെയ്തു? ആയുധം കൊണ്ട് തന്റെ തല തന്നെ മുറിച്ച് അഗ്നിയിലിടാൻ വാളെടുത്ത് കയ്യിൽ പിടിച്ചു. ദേവോപലപ്തം ദപ്തിം അപ്രാപ്യ നിർവേദ സപ്തമേഖനി ശിരോവൃച്ഛത് സ്വധിദിനാം തത്തീർത്ഥ ക്ലിന്നമൂർധ്വജം. ശ്ലോകം 19. തഥാ മഹാകാരുണിക സദുർജടീം യഥാ വയം ജാഗ്നിറിവോദ്ധിതോനലാത് നിഹൃഹ്യതോർഭ്യാം ഭുജയോർന്യഭാരയത് തസ്പർശനാത് ഭൂയ ഉപസ്കൃതാകൃതി. തഥാ അപ്പോൾ മഹാകരുണയോടുകൂടിയ സഹാതൂർജടി ആ ശിവൻ അനലാത് അഗ്നിയിൽ നിന്ന് ഉത്ഥാനം ചെയ്തവനായി അഗ്നിയെപ്പോലെ ജ്വലിക്കുന്നവനായി യഥാവയം നമ്മളെ എന്ന പോലെ ദോർഭ്യം കൈകൾ കൊണ്ട് ഭുജയോഹോ കൈകളിൽ നിഹൃഹ്യ പിടിച്ചിട്ട് നിവാരണം ചെയ്തു. തത്സ്പർശനാത് ശിവന്റെ സ്പർശനം ഹേതുവായിട്ട് ഭൂയക വീണ്ടും ഉപസ്കരിക്കപ്പെട്ട ആകൃതിയോടുകൂടിയവനായി ഭവിച്ചു. അപ്പോ ഭഗവാൻ എന്തു ചെയ്തു? ആ കാരുണികനായ ഭഗവാൻ ഉടനെ തന്നെ പ്രത്യക്ഷപ്പെട്ടു. 2 കൈ കൊണ്ട് അവന്റെ ആ കയ്യിൽ പിടിച്ചപ്പോൾ എന്ത് ചെയ്തു? അവന്റെ ആ മാംസം ആ മുറിവെല്ലാം ഭഗവാന്റെ സ്പർശനം കൊണ്ട് എല്ലാ മുറിവും ഇല്ലാതെയായി തീർന്നു. മുറിവെല്ലാം വ്രണങ്ങളെല്ലാം ഉണങ്ങി. അങ്ങനെ അവന് പ്രകാശിക്കുന്ന ശരീരമുണ്ടായ അസുരന്. തഥാ മഹാകാരുണിക സതോർജടിം യഥാവയം ചാഗ്നിർബോധിതോനലാൻ നിഗൃഹ്യതോർഭാം ഭുജയോർനിവാരയത് തസ്പർശനാത് ഭൂയ ഉപസ്കൃതാകൃതി. ശ്ലോകം 20. തമ്മാഹചാങ്കാലമ അലം വൃണീഷ്വമേ തഥാപി കാമം വിതരാമി തേവരം പ്രിയയേ തോയേന നൃണാം പ്രപദ്യതാം അഹോ ത്വയാത്മാ പ്രശമർദ്യതേ വൃഥാ. തമഹ ച അങ്കാലം
അലം വൃണീഷ്വ. ച അങ്ക അലം അലം വൃണീഷ്വ. അങ്ക ഹേ പൂജ്യ, അലം അലം മതി മതി, മേ എന്നിൽ നിന്ന് യഥാഭികാമം ആഗ്രഹാനുസരണം വരത്തെ വൃണീഷ്വ വരിച്ചാലും മതി മതി, നീ ഒന്നും ചെയ്യണ്ട, നിനക്ക് എന്ത് വരം വേണം വരിച്ചോളൂ. തേ നിനക്കായിക്കൊണ്ട് വിതരാമി ഞാൻ നൽകുന്നു. പ്രപദ്യതാം ഭജിക്കുന്ന മനുഷ്യരുടെ തോയേന ജലം കൊണ്ടും പ്രിയയെ ഞാൻ പ്രീതനായി ഭവിക്കും. ത്വയാ നിന്നാൽ ആത്മാ ശരീരം വൃതേ ഭൃശം ഏറ്റവും അർദ്ധ്യതെ പീഡിപ്പിക്കപ്പെടുന്നു. അഹോ കഷ്ടം തന്നെ. അവനോട് പറഞ്ഞു, മതി മതി, നീ ആഗ്രഹിച്ച വരം തരാം, നിനക്കെന്തോ വേണം, എന്റെ ഭക്തന്മാർ നൽകുന്ന ജലം മാത്രം സ്വീകരിച്ച് ഞാൻ സന്തോഷിക്കും. കഷ്ടം, നീ വെറുതെ നിന്റെ ശരീരം ഈ വിധം ക്ലേശിപ്പിച്ചല്ലോ എന്ന് ശിവൻ അവനോട് പറഞ്ഞു. തമാഹ ചാങ്കാലമലം വൃണീഷ്വമേ യഥാഭികാമം വിതരാമി ദേവരം പ്രിയയേയ തോയേന നൃണാം പ്രപദ്യതാം അഹോതയാത്മാ പ്രശമർദ്യതേ വൃതാം. ഇന്ന് നമുക്കിവിടെ നിർത്താം. ബാക്കി വൃകാസുരന്റെ കഥ അടുത്ത ക്ലാസ്സിൽ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഹരി ഓം തത്സത്, ഹരി ഓം തത്സത്, ഹരി ഓം.